ഒരു വിമാനം പറന്ന് പൊന്തുന്നുണ്ട്. വ്ളോഗ് ചെയ്തിട്ട് കുറേ ദിവസമായി. കശ്മീരിൻ്റെ വീഡിയോ ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിന്നതാണ്. കശ്മീർ യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം ആവാനായി. കശ്മീരിൻ്റെ യാത്ര ഇതുവരെ ഫുള്ളായിട്ടില്ല, അടുത്ത വ്ളോഗും ചെയ്തിട്ടില്ല. ഇപ്പോൾ പെരുന്നാളിൻ്റെ ലീവിലാണ്. പെരുന്നാളിൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് നാട്ടിലേക്ക് വന്നത്, അഥവാ മലപ്പുറം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിലുള്ളത് കോഴിക്കോട് എയർപോർട്ടിനടുത്ത്. ഈ കാണുന്നതാണ് കോഴിക്കോട് എയർപോർട്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അവന് പെരുന്നാളിന് 3 ദിവസത്തേക്ക് വന്നതാണ്. ഇപ്പോൾ അവനിത് കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാണ്. 3 ദിവസം അവൻ്റെ ഒന്ന് ചെന്നൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് കോഴിക്കോട് എൻ്റെ ഒരു മഞ്ചേരി ഫാമിലി വീട്ടിലായിരുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അവനെ കാത്തിരിക്കുകയാണ്. അവനിവിടെ എത്തിയിട്ട് ഇനിയും കുറേ ടൈം ബാക്കിയായിട്ട് പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പോൾ അവനെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു ഫ്ലൈറ്റ് പൊന്തിയത്. എന്താ ഫ്ലൈറ്റ് പൊന്തുന്നുണ്ട്. ഒരു വിമാനം പറന്ന് പൊന്തുന്നുണ്ട്. ഏഴ് മണിക്ക് അവനുള്ളിൽ കയറണം എന്ന് പറഞ്ഞു. 7 മണി ഇതുവരെ അവനുള്ളിൽ കയറിയിട്ടില്ല. ഉള്ളിൽ വെച്ചാൽ അവന് ചായ കുടിക്കാൻ പോയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഞാനിവിടെ പോസ്റ്റാണ്. നല്ല ഉറങ്ങി എണീക്കാൻ വൈകി. എണീച്ച് നോക്കുമ്പോൾ അവൻ്റെ 8 മിസ് കോള്. ഉടനെ അളിയൻ്റെ ബൈക്ക് എടുത്ത് ഒറ്റ വരുത്താൻ വന്നതാണ്. ആ തിരക്കിൽ ഓടിച്ചാടി മഞ്ചേരി പാലക്കാട് കോഴിക്കോട് ഹൈവേയിലായിരുന്നു. ഒടുക്കത്തെ ബ്ലോക്ക്. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ഗൂഗിൾ മാപ്പിൽ ടൈം പറഞ്ഞ് അതിനേക്കാളും 10 മിനിറ്റ് മുമ്പേ എത്തി. ദിസ് കോഴിക്കോട് എയർപോർട്ട്. കോഴിക്കോട് നിന്ന് പേര് മാത്രം കേട്ടോ, മലപ്പുറത്താണ്. അവൻ അവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് കണ്ടുപിടിക്കണം. ഡിപ്പാർച്ചറിലേക്ക് എത്തി. കല്ലിലെടുത്തു. ഇതെവിടെയാണ് ഉണ്ടാവേണ്ടത്. നടന്നു വരുന്നു. അസ്സലാമു അലൈക്കും. വക്കീരേ അന്നെ മുടിപ്പിച്ചിന്, നീ അന്നെ മുടിപ്പിച്ചിന് പോവുകയാണ്. ബൈ അല്ല അതോട് ചാർജ് പറ്റില്ല. നല്ലോണം മുമ്പ് പറ്റി. എന്തറിയോ രാത്രി 1:30 മണിയായി. 1:30 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തി. കലിയിൽ ഏകദേശം ഗൾഫിലെത്താനായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉറങ്ങിയേക്കാണ്. എണീക്കോന്നറിയില്ല, വിളിച്ചു നോക്കട്ടെ.